إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനോടും പിന്നെ നമ്മളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മളുടെയൊക്കെ മക്കൾ ഒരു നീണ്ട വേനൽക്കാല അവധി കഴിഞ്ഞുകൊണ്ട് വീണ്ടും അവരുടെ വിദ്യാലയങ്ങളിലേക്ക് അവർ തിരിച്ചു മടങ്ങുകയാണ്. അവരുടെ സ്കൂളുകൾ, കോളേജുകൾ, മദ്രസകൾ ഇതെല്ലാം തിരിച്ച് ആ വിജ്ഞാനത്തിന്റെ പുതിയ ഒരു വസന്തകാലത്തിലേക്ക് നമ്മളുടെയൊക്കെ മക്കൾ പുതിയ ഒരു തുടക്കം കുറിക്കുകയാണ്. യഥാർത്ഥത്തിൽ അറിവ് നേടുക എന്നുള്ളത് അത് കേവലം ഒരു ഭൗതികമായ ഈ ലോകത്തിന്റെ മാത്രം ആവശ്യമല്ല, മറിച്ച് അറിവ് എന്നുള്ളത് അത് ദീനിയായ അറിവ്, മറ്റുള്ള അറിവുകൾ അതെല്ലാം ഒരു ഇബാദത്താണ്. ആ അറിവ് നേടുക എന്നുള്ളത് ഒരു ഇബാദത്താണ്, ആരാധനയാണ്. ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനിലേക്ക് ഇറക്കപ്പെട്ട ആദ്യ സൂക്തങ്ങൾ, ഖുർആനിലെ ആദ്യ ആയത്തുകൾ, അത് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഇഖ്റ എന്ന വാചകമാണ്.
ലോകത്തിന്റെ സൃഷ്ടാവ് ഈ ഉമ്മത്തിലെ പ്രവാചകനിലേക്ക് ആ ഗ്രന്ഥത്തിൽ നിന്ന് ആദ്യമായി ഇറക്കിയ വചനമെന്നുള്ളത് അത് ഇഖ്റ, വായിക്കൂ എന്ന ഒരു കൽപ്പനയാണ്. എങ്ങനെയാണ് വായിക്കേണ്ടത്? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടിനാഥന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന ആ വലിയ സന്ദേശമാണ് ആദ്യ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് മുഴുവൻ നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മഹാനായ ഇമാം റാസി റഹിമഹുല്ലാഹ് അദ്ദേഹം ഇതിനെ തഫ്സീർ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം, വിശുദ്ധ ഖുർആൻ അല്ലാഹു ആരംഭിച്ചത് അത് നിങ്ങളോട് നമസ്കരിക്കുവാൻ പറഞ്ഞിട്ടല്ല, സക്കാത്ത് നൽകണം എന്ന് പറഞ്ഞിട്ടല്ല, നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞിട്ടല്ല, മറിച്ച് അല്ലാഹു ആദ്യം നമ്മളോട് കൽപ്പിച്ചത് വായിക്കൂ എന്ന ഒരു കൽപ്പനയാണ്. നിങ്ങൾ വായിക്കണം, നിങ്ങൾ പഠിക്കണം, വിജ്ഞാനം അത് ആർജിച്ചെടുക്കണം എന്ന ആദ്യ കൽപ്പനകൾ. അത് എന്തുകൊണ്ടെന്നാൽ ആ വിജ്ഞാനം, ആ അറിവ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് യഥാവിധത്തിൽ ആരാധനകൾക്ക് ജീവൻ ഉണ്ടാകുകയുള്ളൂ. എങ്ങനെ നാം ആരാധിക്കണം എന്ന് നാം അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആ ആരാധനകൾക്ക് ജീവനില്ല, ആ നാം എടുക്കുന്ന കർമ്മങ്ങൾക്ക് ജീവനില്ല. എങ്ങനെ പ്രവാചകന് നമസ്കാരം ആസ്വാദകരമായി, നമുക്കങ്ങനെ ആസ്വാദകരമാണോ? അതെങ്ങനെയായി ആ ആരാധന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെ ആസ്വാദകരമായി മാറി? അതൊരു അറിവാണ്. അതിന് പിന്നിൽ നാം തേടി കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഓരോ ആരാധനകളും നമുക്ക് കൃത്യമായി നിർവഹിക്കുവാൻ സാധിക്കുക, ആ അറിവുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആദ്യം ഇറങ്ങിയ സൂക്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് ഇഖ്റ, നിങ്ങൾ വായിക്കുക, നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. മഹാനായ ഇമാം റാസി റഹിമഹുല്ലാഹ് അദ്ദേഹം എന്നിട്ട് പറയുന്നുണ്ട്, അവ്വല നിഅമത്തിൻ അൻഅമ അല്ലാഹു ബിഹാ അലാ ഹാദൽ ഇൻസാനി ബഅദ ഖൽഖിഹി, മനുഷ്യകുലത്തെ അല്ലാഹു സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു മനുഷ്യനു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്ന് വെച്ചാൽ അറിവാണ്, പഠിപ്പിക്കലാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അതിലൂടെ മനുഷ്യകുലത്തെ സൃഷ്ടിക്കുകയും പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം എന്നുള്ളത് മനുഷ്യന് നൽകി. ആ വിജ്ഞാനം എന്നുള്ളത് അത് മഹത്വരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. അത് നമുക്ക് തെളിവായിട്ടെടുക്കാം. എന്തിന്റെ തെളിവ്? പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉന്നതമാണ് എന്നുള്ളത്, ഈ അറിവ് നേടുക എന്നുള്ളത് അത് പ്രവർത്തനങ്ങളിൽ തന്നെ വെച്ച് ഏറ്റവും ഉന്നതമായ ഒന്നാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് തെളിവായിട്ടെടുക്കാം എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, അറിവ് കരസ്ഥമാക്കുക എന്നുള്ളത്, അറിവ് നേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. അല്ലെ, നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാം ഫറള, അത് നിർബന്ധമാണ്. നോമ്പ്, റമദാനിലെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് കാണാം ഫറള, അത് ഫർളാണ്, നിർബന്ധമാണ്. അതുപോലെ അറിവിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തലബുൽ ഇൽമ, അറിവ് നേടുക എന്നത്, അതിനുവേണ്ടിയുള്ള തേട്ടം എന്നത് ഫരീളത്തുൻ, ഫർളാണ്, ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മൾ അറിവ് നേടുക എന്നത് നമുക്കൊക്കെ നിർബന്ധമാണ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ഇമാമുസ് സുന്ന എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാനായ പണ്ഡിതൻ, അദ്ദേഹം പറയുന്ന നമുക്ക് കാണാം, ഹാജത്തുൻ നാസി ഇലൽ ഇൽമി അശദ്ദു മിൻ ഹാജതിഹിം ഇല ത്വആമി വശറാബ്. ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ വെള്ളവും ഭക്ഷണവും കിട്ടുന്നതിനേക്കാൾ അവൻ ആവശ്യമായി വരുന്നത് അത് അറിവാണ്. അവന് അവന്റെ ജീവിതത്തിൽ അവന്റെ ഉപജീവനമായ വെള്ളവും ഭക്ഷണത്തെക്കാൾ അവൻ ആവശ്യമായത് അറിവാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാരണം എന്താണ്? കാരണം വെള്ളവും ഭക്ഷണവും ഒക്കെ അതൊരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമോ വേണ്ടി വന്നേക്കാം. ആ വെള്ളവും ഭക്ഷണവും നമ്മളുടെ ജീവൻ നിലനിർത്തുവാൻ അത് വേണ്ടി വന്നേക്കാം. എന്നാൽ ആഖിറത്തിലേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള, മരണാനന്തര ജീവിതത്തിലേക്കുള്ള മനുഷ്യന്റെ ഓട്ടത്തിനിടയിൽ
അറിവെന്നുള്ളത് അവന്റെ ഓരോ ശ്വാസത്തിലും അവന് വേണ്ടതാണ് എന്ന് മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മഹുല്ലാഹ് അദ്ദേഹം പങ്കുവെക്കുന്നത് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചില്ലേ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം നിങ്ങൾ അറിയണമെന്നാണ്. ഫഅലം നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം. എന്താണത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ആരാധ്യനക്കർഹനില്ല എന്നുള്ളത് നിങ്ങൾ അറിയണം എന്നാണ്. മഹാനായ ഇമാം ബുഖാരി അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ നമുക്ക് കാണാം പല ബാബുകളുണ്ട്, പല ചാപ്റ്ററുകളുണ്ട്, ഹദീസുകൾ. അത് ഓരോ ചാപ്റ്ററുകളിലും ഓരോ ബാബുകളിലും വ്യത്യസ്ത ഹദീസുകളാണ്. അതിൽ അദ്ദേഹത്തിന്റെ ഒരു ബാബ് തന്നെ നമുക്ക് കാണാം, അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമലി. നമ്മൾ സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ് നമുക്ക് അറിവുണ്ടാകണം. സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പുള്ള അറിവ് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബാബ് തന്നെയുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവായിക്കൊണ്ട് ആ ബാബിന് അങ്ങനെ ഒരു ബാബ് ഉണ്ടാക്കാൻ അതിന് തെളിവായിക്കൊണ്ട് അദ്ദേഹം കൊടുക്കുന്നത് നമുക്ക് കാണാം. ലിഖൗലില്ലാഹി തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ അറിയണം. എന്താണ് അറിയേണ്ടത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനക്കർഹനില്ല എന്നുള്ളത് അത് നിങ്ങൾ അറിയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ആരാധനകൾ കൃത്യമാകണമെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ആരാധന? അത് അല്ലാഹുവിന് വേണ്ടിയിട്ട്. ആരാണ് അല്ലാഹു എന്ന് നാം അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അറിവിന്റെ മാർഗത്തിലൂടെ പോകുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം. യർഫഉല്ലാഹുല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് പോകുന്ന മുന്നോട്ട് പോകുന്ന ആളുകൾ അവരുടെ ദർജകൾ അല്ലാഹു ഉയർത്തും, അവരുടെ പദവികൾ അല്ലാഹു ഉയർത്തും. എങ്ങനെയുള്ള ആളുകൾ? വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, അറിവ് നൽകപ്പെട്ട ആളുകൾ, അറിവിലുള്ള ആളുകൾ, അറിവുള്ള ആളുകൾ, അവരുടെ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. അവരുടെ പദവികൾ അല്ലാഹു ഈ ദുനിയാവിലും നാളെ പരലോകത്തും അല്ലാഹു ഉയർത്തുമെന്ന് ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന വലിയ ഒരു ചരിത്രം നമുക്ക് കാണാം. ബദ്ർ യുദ്ധം നടന്നു. ബദ്ർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വമ്പിച്ച വലിയ വിജയം കരസ്ഥമാക്കുവാൻ സാധിച്ചു. ആ ബദ്ർ യുദ്ധം കഴിഞ്ഞു. ഒരുപാട് ശത്രുക്കളെ ബദ്ർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ അവർ ജയിലിലടക്കപ്പെടുകയുണ്ടായി. ഒരുപാട് ആളുകൾ ശത്രുക്കളെ ജയിലിലടച്ചു. ആ ജയിലിലടച്ച ശത്രുക്കളോട്, മുശ്രിക്കീങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി പറയുന്ന ചില പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണാം. ആ ജയിലിലടച്ച ശത്രുക്കളിൽ അറിവും അതുപോലെ തന്നെ എഴുത്തും വായനയും അറിയുന്ന ശത്രുക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന നമുക്ക് കാണാം, നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ നാടുകളിലേക്ക് മടങ്ങണോ? ഈ ജയിലിൽ നിന്ന് നിങ്ങൾക്ക് പോകണോ? നിങ്ങൾക്ക് അതിനുള്ള അനുമതി നൽകാം. അതെങ്ങനെയാണ് അതിന് സാധിക്കുക? ഒരു ഉപാധിയുണ്ട്. മദീനയിലെ 10 മുസ്ലിം കുട്ടികൾക്ക് നിങ്ങൾ എഴുത്തും വായനയും പഠിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്ന നമുക്ക് കാണാം. ഇതിലേറെ എന്താണ് അറിവിന്റെ വിഷയത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കുക? അല്ലെ, യുദ്ധമുഖത്ത് പോലും വിദ്യാഭ്യാസത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം അത് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നമുക്ക് വ്യക്തമാക്കുവാൻ സാധിക്കുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭൗതിക അറിവ് വേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ദീനി അറിവും നമുക്ക് വേണ്ടതാണ്. രണ്ടും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ദുനിയാവിലും നാളെ പരലോകത്തും വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെ, നമ്മൾ ഒരു കണ്ണടച്ചുകൊണ്ട് നോക്കിയാൽ ഒരല്പം മാത്രമാണ്. എന്നാൽ രണ്ട് കണ്ണും തുറന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോഴാണ് പൂർണ്ണമായി ഒരു കാഴ്ച അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ദുനിയാവിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭൗതികമായ അറിവ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് മതപഠനം, ദീനീയ അറിവും നമുക്ക് ആവശ്യമാണ്. നാളേക്കുള്ള മരണാനന്തര ജീവിതത്തിലേക്കുള്ള നമ്മളുടെ ഓട്ടത്തിൽ ദീനീയ അറിവ് കരസ്ഥമാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളോട് പഠിപ്പിക്കുന്ന നമുക്ക് കാണാം, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബൻ നാർ. അല്ലേ,
ഉത്കൃഷ്ടമായ പ്രാർത്ഥനയാണ്. റബ്ബനാ ആതിനാ, എന്റെ റബ്ബേ ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് നീ നൽകണമേ, ഫിദ്ദുനിയാ ഹസന, ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ നാഥ. അതുപോലെ തന്നെ വഫിൽ ആഖിറതി ഹസന, നാളെ പരലോകത്തിലും നന്മ നൽകണമേ നാഥ. അങ്ങനെ ദുനിയാവിലും നന്മ ലഭിക്കുന്നു, നാളെ പരലോകത്തും നന്മ ലഭിക്കുന്നു. വഖിനാ അസാബന്നാർ, ഏറ്റവും വലിയ നഷ്ടമായ ഏറ്റവും വലിയ ശിക്ഷയായ ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യണമേ എന്ന ഉത്കൃഷ്ടമായ പ്രാർത്ഥന നമുക്ക് ഖുർആനിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ ആയത്തിന്റെ ഈ പ്രാർത്ഥനയുടെ തഫ്സീർ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം, ഫജമഅത് ഹാദിഹി ദഅവതു കുല്ല ഖൈറിൻ ഫി ദുനിയ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ദുനിയാവിലെ മുഴുവൻ നന്മകളും ജമഅത്ത് ഒരുമിച്ച് കൂടുമെന്ന്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ദുനിയാവിലുള്ള മുഴുവൻ തിന്മകളും അവനിൽ നിന്ന് തടയപ്പെടുകയും ചെയ്യും എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന നമുക്ക് കാണാം. എന്താണ് ദുനിയാവിലെ നന്മകൾ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന നമുക്ക് കാണാം, അത് മതപരമായ അറിവാണ്, ദീനി അറിവാണ്, നല്ല ഒരു വീടാണ്, അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല ഒരു ഉപജീവനമാണ്, അങ്ങനെ തുടങ്ങിയ ഏറ്റവും നല്ല ആരോഗ്യമാണ്. അതാണ് ദുനിയാവിലെ ഏറ്റവും നല്ല ഹസനാത്തുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാളെ പരലോകത്ത് എന്താണ്? അത് സ്വർഗമാണ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് മതപഠനമില്ലാത്ത വിദ്യാഭ്യാസം എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ നിയന്ത്രണം വിട്ട ഒരു വാഹനം പോലെയാണ്, അല്ലെ? ബ്രേക്കില്ലാത്ത ഒരു കാറ് പോലെയാണ്. എവിടെ ചെന്ന് അത് അവസാനിക്കുമെന്നുള്ളത് ആർക്കും അറിയില്ല. അപകടത്തിലേക്ക് അത് നയിച്ചേക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, വിവാഹം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് നല്ല ദീനീബോധമുള്ള ഒരു പെണ്ണിനെയാണ്, ദീനീബോധമുള്ള ഒരു ആണിനെയാണ്. കാരണം പിന്നീട് ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ, പിന്നീട് ഒരു പ്രയാസം ആ ദാമ്പത്തിക ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, ഖുർആനിന്റെയും ഹദീസിന്റെയും ഒരു വര വഴിച്ചു കഴിഞ്ഞാൽ, ഒരു വര അവിടെ വരച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവളായിരിക്കണം അവൾ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവനായിരിക്കണം അവൻ. ഇതെന്റെ റബ്ബ് കൽപ്പിച്ചതാണോ? അതിനപ്പുറത്തേക്ക് ഞാനില്ല. ഇതെന്റെ റസൂൽ പറഞ്ഞതാണോ? അതിനപ്പുറത്തേക്ക് ഞാനില്ല എന്നുള്ളതാണെങ്കിൽ ദാമ്പത്തിക ജീവിതം വിജയിച്ചു. അതല്ലാത്തതാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ദീനി അറിവില്ലാത്തതാണെങ്കിൽ, അത് നിയന്ത്രണം വിട്ട കാറ് പോലെ എവിടെ ചെന്ന് അത് എന്ത് വരുത്തും, എന്ത് വലിയ അപകടം വരുത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് അത് മാറുമെന്നുള്ളത് നാം മനസ്സിലാക്കണം. അല്ലെ, ഒരു പക്ഷി ആ പക്ഷിക്ക് രണ്ട് ചിറകുകളാണ്. എന്നാൽ ആ രണ്ട് ചിറകുകളുള്ളപ്പോഴാണ് പക്ഷിക്ക് പറന്നുയർന്ന് ഉയരങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കുക. എന്നാൽ ഒരു ചിറക് മാത്രമാണെങ്കിലോ, ഒരു ചിറക് മാത്രമാണെങ്കിൽ അതിന് പറക്കാൻ സാധ്യമല്ല. അതിന്റെ തള്ള ആ കുഞ്ഞിനെ ഉയരങ്ങളിലേക്ക് എടുത്തുകൊണ്ടുപോയി ആ ആകാശത്ത് നിന്ന് അടിയിലേക്ക് ഇട്ടാലോ, എന്നാലും അതിന് പറക്കാൻ സാധ്യമല്ല. അതുപോലെയാണ് മതവിദ്യാഭ്യാസമില്ലാത്ത, ദീനീബോധമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതികമായ വിദ്യാഭ്യാസമായ ചിറകുണ്ട്. എന്നാൽ പറന്നുയർന്ന് നാളെ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് ദീനീബോധം കൂടി ആവശ്യമാണ്. അങ്ങനെ മറ്റു ചിറകിനേക്കാളെല്ലാം ഉത്കൃഷ്ടമായ ചിറകായ ദീനീബോധം, ദീനി വിദ്യാഭ്യാസം കൂടി ഉണ്ടാകുമ്പോൾ ആ കിളിക്ക് നമുക്ക് ഉയർന്ന് പറക്കുവാൻ സാധിക്കുമെന്നുള്ളത് നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് മക്കൾക്ക് ദീനി വിദ്യാഭ്യാസം നാം നൽകണം. നാം ദീനി വിദ്യാഭ്യാസം ആർജിച്ചെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചിരുന്ന നമുക്ക് കാണാം, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയപ്പെടുവാൻ സാധിക്കുക അത് അറിവുള്ള ആളുകൾക്ക് മാത്രമാണ് എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ് അറിവുള്ള ആളുകൾക്ക് മാത്രം അല്ലാഹുവിനെ ഭയപ്പെടുവാൻ സാധിക്കുന്നത്? ഒരു തിന്മയിലേക്ക് ചെല്ലുമ്പോ അവൻ അറിവുണ്ട്, അതെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഞാൻ അനുഭവിക്കാനിരിക്കുന്നത് അത് വലിയ ശിക്ഷയാണ് എന്ന് തിരിച്ചറിയുമ്പോ അതിൽ നിന്ന് അവൻ മാറുന്നു. ഒരു നോമ്പ് നോൽക്കുമ്പോ, അറഫയിലെ നോമ്പ് നോൽക്കുമ്പോ അവൻ അറിയുന്നു 2 വർഷത്തെ എന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകും എന്നുള്ള ഒരു അറിവ് ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോ അവനതെടുക്കുന്നു. അങ്ങനെ ദീനി അറിവ്, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്, റഹ്മത്തിന്റെ അറിവ് അതുണ്ടാകും തോറും ജീവിതം ഏറ്റവും നല്ല കൃത്യവും നിഷ്ഠയുമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു മനുഷ്യന് സാധിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അറിവുള്ള ആളുകൾക്ക് മാത്രമാണ് അല്ലാഹുവിനെ ഭയക്കുവാൻ സാധിക്കുക എന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ അറിവ് അത് നമുക്കുണ്ടാകണം. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന
പറയുന്നത് നമുക്ക് കാണാം. കുല്ലമാ കാനത്തിൽ മഅരിഫതു ബിഹി അതമ്മ വൽ ഇൽമ ബിഹി അക്മൽ. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് അതെത്രമാത്രം പൂർണ്ണമാകുന്നുവോ ഒരു മനുഷ്യന്റെ ഉള്ളിൽ, ദീനി അറിവ് എത്രമാത്രം നമ്മൾ പഠിക്കുന്നുവോ അതിനനുസരിച്ച് അൽ ഖശിയതു ലഹു അഅലമ വ അക്സർ. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്, ദീനി അറിവുകൾ എത്രമാത്രം ആത്മാർത്ഥമായി നമ്മളുടെ ഉള്ളിലേക്ക് കയറുന്നുവോ അതിനനുസരിച്ച് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയവും വല്ലാത്ത ഒരു ആദരവും ഒക്കെ ആ മനുഷ്യനിൽ ഉണ്ടാകുകയുള്ളൂ എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല മക്കളായി നമ്മളുടെ മക്കൾ വളരണമെങ്കിൽ അവർക്ക് ദീനീ ബോധം ഇട്ടുകൊടുക്കൽ നമ്മളുടെ ബാധ്യതയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചില്ലേ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യനിൽ അല്ലാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് ദീനിലുള്ള അറിവ് അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ദീനിലുള്ള അറിവ്, അച്ചടക്കം, ഏറ്റവും നല്ല സൽസ്വഭാവിയായ ആളുകളായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതില്ല. മഹാനായ ഇമാം മാലിക് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉമ്മ ആദ്യമായി അദ്ദേഹത്തെ ദറസുകളിലേക്ക്, ക്ലാസുകളിലേക്ക്, അധ്യാപകന്റെ ആ സദസ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ ഉമ്മ അദ്ദേഹത്തിന് നൽകുന്ന ആ ചെറുപ്രായത്തിൽ നൽകുന്ന ഒരു ഉപദേശം അദ്ദേഹം പങ്കുവെക്കുന്നത് നമുക്ക് കാണാം. ഇദ്ഹബ് ഇലാ റബീഅ, അല്ലയോ കുഞ്ഞു മാലിക്, നീ നിന്റെ ഉസ്താദിന്റെ, ഗുരുനാഥന്റെ അടുക്കലേക്ക് നീ പോകുക. റബീഅയുടെ അടുക്കലേക്ക് നീ പോകുക. റബീഅയാണ് ഉസ്താദ്, ആ ഉസ്താദിന്റെ അടുക്കലേക്ക് നീ പോകുക. എന്നിട്ടോ ഫതഅല്ലം മിൻ അദബി ഖബ്ല ഇൽമിഹി, അറിവ് നേടുന്നതിന് മുമ്പ് നീ അദബ് പഠിക്കുക. എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഒരു സൽസ്വഭാവിയായ കുട്ടി സംസാരിക്കേണ്ടത്, അങ്ങനെ തുടങ്ങിയ അച്ചടക്കവും മര്യാദവും നീ പഠിക്കുക എന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ ഉമ്മ അദ്ദേഹത്തിന് നൽകുന്ന പാഠം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ആ രൂപത്തിൽ നമുക്ക് നമ്മളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കേണ്ടതുണ്ട്. നമുക്കും ആ രൂപത്തിൽ ദീനി വിദ്യാഭ്യാസം ആർജിച്ചെടുത്തുകൊണ്ട് ജീവിതം കൂടുതൽ കൃത്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ദീനി അറിവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫർളായി നാം കരസ്ഥമാക്കേണ്ട, ജീവിതത്തിൽ ഉണ്ടാകേണ്ട ദീനി അറിവ്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് അവർക്കത് നൽകുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. എല്ലാ വിഷയത്തിലും ശ്രദ്ധയുണ്ടാകുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്. സ്കൂളുകളിലേക്ക് പുതിയ അധ്യയന വർഷം തുടങ്ങി പോകുമ്പോൾ നല്ല ബുക്കുകളും ബാഗുകളും ഒക്കെ മേടിച്ചു കൊടുത്ത് നമ്മളുടെ മക്കളെ നാം വിടുന്നുണ്ട്. എന്നാൽ അതിലേറെ അവർക്ക് അച്ചടക്കവും ദീനീബോധവും നൽകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നത് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മാ നഹല വാലിദുൻ വലദൻ, ഒരു ഉപ്പാക്ക് ഒരു മകന് നൽകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളത് മാ നഹല വാലിദുൻ, ഒരു ഉപ്പാക്ക് വലദൻ മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ, ഒരു ഉപ്പാക്ക് തന്റെ മകന് നൽകാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളത് അത് സൽസ്വഭാവമാണ്, ഏറ്റവും നല്ല അച്ചടക്കമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുന്നോട്ടുള്ള പോക്കിൽ നമ്മളുടെ മക്കളുടെ സമയം, നമ്മളുടെ സമയം ഒക്കെ ക്രമീകരിക്കുവാൻ, അതുപോലെ തന്നെ ഡിജിറ്റൽ യുഗത്തിൽ അവരുടെ ഉപയോഗങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കുവാനും അന്വേഷണങ്ങളും ആരാണ് അവരുടെ കൂട്ടുകെട്ട് എന്നൊക്കെ നമുക്കൊരു ശ്രദ്ധ ആ വിഷയത്തിൽ ഉണ്ടാകണം. അല്ലെ അൽമർഉ അലാ ദീനി ഖലീലിഹി, ഒരുവൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലാണെന്ന് നാം കൂട്ടുകൂടുന്നത് നല്ല കൂട്ടുകാരൊപ്പമാണെങ്കിൽ നമ്മളുടെ മക്കളും ആ രൂപത്തിലാകും, നമ്മളും ആ രൂപത്തിലാകും. എന്നാൽ അൽമർഉ അലാ ദീനി ഖലീലിഹി, അതുപോലെ
അതുപോലെ തന്നെ മറ്റു ചീത്ത കൂട്ടുകെട്ടാണെങ്കിൽ നമ്മളുടെ മക്കൾ അതുപോലെയായി പയ്യെ മാറും. അതുകൊണ്ട് മക്കളുടെ കൂട്ടുകെട്ടുകൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നാം നോക്കേണ്ടതുണ്ട്, അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് അധ്യയന വർഷം തുറക്കുമ്പോൾ പല സഹോദരന്മാർ, മുസ്ലിം സഹോദരന്മാർ, അവരുടെ മക്കൾ അനാഥകൾ, പല ആളുകളും പ്രയാസത്തിലാണ്. പുതിയ ബുക്ക് വാങ്ങുവാൻ, ബാഗ് വാങ്ങുവാൻ, അല്ല യൂണിഫോമുകൾ എടുക്കാൻ ധനമില്ലാത്ത ആളുകൾ അവരെ സഹായിക്കുവാൻ കൂടി നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഏറെ ഖൈറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന നമുക്ക് കാണാം, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരുവൻ, ഒരു മുസ്ലിമായ സഹോദരൻ അവന്റെ മറ്റൊരു സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവനെ സഹായിക്കുമെന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ സഹായം നാം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുസ്ലിമായ ഒരു സഹോദരനെ നമുക്ക് സഹായിക്കാം, അവന്റെ മകനെ നമുക്ക് സഹായിക്കാം. അങ്ങനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ആ സഹായിക്കുന്ന മനുഷ്യനെ സഹായിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാത്തിനുമുപരി ഏറ്റവും പ്രധാനപ്പെട്ടത് മാതൃകയാകുക എന്നുള്ളതാണ്, അല്ലെ? നല്ല വളക്കൂറുള്ള മണ്ണിലാണ് നല്ല ഒരു വിത്ത് പാകിയാൽ അത് നല്ല ഫലപുഷ്ടമുള്ള ചെടികളും, അല്ലെങ്കിൽ എന്താണോ നാം ഉദ്ദേശിക്കുന്നത്, നല്ല ഫലപുഷ്ടമുള്ള നല്ല കായ്കളായി മാറുന്നത് അത് നല്ല വളക്കൂറുള്ള മണ്ണിൽ അത് നമ്മൾ കൃത്യമായി പാകുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവം, ആ വിത്തായ നമ്മളുടെ മക്കൾ അവർ ഏറ്റവും നല്ല രൂപത്തിൽ വളർന്നു വരണമെങ്കിൽ ആ വളക്കൂറുള്ള മണ്ണായ നമ്മളുടെ കുടുംബം അത് ദീനി അന്തരീക്ഷമായിരിക്കണം. ഏറ്റവും നല്ല ദീനി അന്തരീക്ഷമുള്ള ഏറ്റവും നല്ല മാതാപിതാക്കളായി അവർക്ക് നിരന്തരം ദുആ ചെയ്യുന്ന മാതൃക പുരുഷന്മാരും അങ്ങനെയുള്ള മാതാപിതാക്കളായി നാം മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ കൺകുളിർമയേകുന്ന നല്ല മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളൊക്കെ പരിശ്രമിച്ച ഒരുപാട് നല്ല സ്വാലിഹായ അമലുകൾ അല്ലാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പ്രിയപ്പെട്ടവർ അവരുടെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളും ഒരു ദിവസം ആ പള്ളിക്കാട്ടിലെ ഖബറിൽ ആരോരുമില്ലാതെ ആറടി മണ്ണിൽ കിടക്കേണ്ടവരാണ്. നമ്മളുടെയും ബർസഖി ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മളുടെ മരണം ഏറ്റവും നല്ല മരണമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. നമ്മളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർ അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവർ അവർക്ക് അല്ലാഹു ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിടയിൽ മാറാരോഗങ്ങളാൽ, പ്രയാസങ്ങളാൽ, ബാധ്യതകളാൽ ഒക്കെ പ്രയാസപ്പെടുന്ന, ദാമ്പത്തിക ജീവിതത്തിലൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബനാ അജ്ർനാ മിനന്നാർ, റബ്ബനാ അജ്ർനാ മിനന്നാർ, റബ്ബനാ അജ്ർനാ വഅജ്ർ വാലിദൈനാ മിനന്നാർ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന